ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അവിൽ മിൽക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമദാനിൽ നമ്മൾ അവിൽ മിൽക്ക് കുഴിക്കുന്നത് മറ്റുള്ള ദിവസത്തിനെക്കാട്ടിലും ഏറെ ഗുണം നൽകുന്നതാണ്. കാരണം നമ്മൾ ശരീരത്തെ തണുപ്പിക്കാനും ക്ഷീണം മാറ്റാനും ദഹനങ്ങൾ റെഡിയാക്കി എടുക്കാനൊക്കെ അവിൽ മിൽക്കിന് പറ്റും. നമ്മൾ ചെറുപഴം അങ്ങനെ ശരീരത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. നേന്ത്രപ്പഴം കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ചെറുപഴമാണ് നമ്മൾ ഈ ഒരു വേനലിൽ നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഈ ചൂടിനെ കുറക്കാനും നമ്മളെ ശരീരത്തിനെ തണുപ്പിക്കാനും ചെറുപഴത്തിന് പറ്റും. പിന്നെ അവിലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം വേണ്ടി നോക്കിയെടുക്കുക. നല്ല ഓവറായിട്ട് പഴുക്കാതെ എന്നാൽ ഒരു അത്യാവശ്യം പഴുത്ത പഴം വേണം നമ്മൾ അവിൽ മിൽക്കിന് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് തരിക. അപ്പോൾ നമ്മൾ ഒരു പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴം വെച്ചിട്ട് നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പഴുപ്പിൽ അനുസരിച്ചിട്ട് നമുക്ക് പഴം എടുക്കാം. ചെറുപഴത്തിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പോ 2 കപ്പോ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ പഴത്തിനനുസരിച്ചിട്ട് 1 കപ്പ് പാല് നല്ല കട്ടിപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വാനില എസൻസിൻ്റെ പൗഡറാണ് കേട്ടോ, ഒരു 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ ചെറുപഴം പഴുത്ത കാരണം കൊണ്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറുപഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഈ ചെറുപഴം ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ അതും കൂടി അങ്ങനെ കഴിക്കും. ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ രീതിക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം മധുരം കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ ഐസ്ക്രീമാണ് ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ 2-3 ലെയറായിട്ടാണ് നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്, 2 ലെയറായിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിൽ പൊരിച്ചെടുത്തതാണ്, ഇത് വീട്ടിൽ ചെയ്തെടുക്കണം കേട്ടോ. അവിൽ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 കളറിൽ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, ഹോം മെയ്ഡാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടി ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓവർ മധുരം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഓരോ സ്പൂൺ, ഒരു 1.5 സ്പൂൺ വീതം ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളെ നട്ട്സുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് കടലയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നട്ട്സുകളൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചു പോവുകയും ചെയ്യും. പിന്നെ കടല ചേർത്തതിൻ്റെ ശേഷം ബദാമും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിസ്ത ചേർത്ത് കൊടുക്കുക, എല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ റമദാനായ ഓരോന്നായിട്ട് കഴിക്കാനൊക്കെ നമുക്ക് കുറച്ച് മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഈ അവിൽ മിൽക്കിൽ ചേർത്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിയാണ്. ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനായാലും മുതിർന്നവർക്കായാലും ഇങ്ങനെ ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ഷീണം അകറ്റാനും നമ്മളെ ശരീരം തണുപ്പിക്കാനും പിന്നെ ദഹനക്കുറവുള്ളവർക്ക് അത് ശരിയാവാനൊക്കെ നല്ലതാണ്. കുട്ടികൾ നോമ്പെടുക്കുമ്പോൾ ക്ഷീണം അകറ്റാനൊക്കെ നല്ലതാണ് ഇതൊരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ അവിൽ മിൽക്ക് ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ കൂടി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.